ഇന്ത്യ സിംബാബ്വേയുടെ T20 പരമ്പര സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സാധാരണ ഇങ്ങനത്തെ കെനിയക്കെതിരെയും സിംബാബ്വെ കളിക്കുന്ന സമയത്ത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മഹാമനസ്സ് കുറിച്ച് പറയാറ്. അതായത് അവരുടെ ടീമിനെ, ഈ ചെറിയ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ക്രിക്കറ്റ് ബോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ BCCI എടുക്കുന്ന എഫേർട്ടിനെ കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കുറേ ക്ലിപ്സ് വരാറുണ്ട്. പക്ഷേ ചിത്രം മാറിയിരിക്കുന്നു. അപ്പോൾ ഈ കളിയിൽ ഇന്ത്യൻ പെർഫോമൻസിനാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ശ്രേയസയുടെ കയ്യിലും ഗംഭീറിൻ്റെ കയ്യിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ചുമതലയാണുള്ളത്. കാരണം ഈ കളി ജയിച്ചു കഴിഞ്ഞാൽ അത് സിംബാബ്വെക്കെതിരെ അല്ലെന്ന് പറഞ്ഞ് തള്ളും. ഇൻ കേസ് തോറ്റാൽ ഇവർ രണ്ടാൾ തലവരിടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പക്ഷേ സിംബാബ്വെ എന്ന ടീമിനെ പണ്ടത്തെ പോലെ തോൽപ്പിക്കാൻ എളുപ്പമല്ല. കാരണം ഈ വർഷം തുടക്കത്തിൽ അവർ T20 വേൾഡ് കപ്പിൽ സൂപ്പർ 8 സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ അടുത്ത് നടന്ന ബംഗ്ലാദേശിനെതിരായിട്ട് ഏകദിനത്തിലും ടെസ്റ്റിലും അവർ ജയിച്ചിട്ടുണ്ട്. T20 മോശമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നോക്കുമ്പോൾ ഇത് വ്യക്തമായ സൂചനയാണ്. എളുപ്പമൊന്നാവില്ല ഇന്ത്യക്ക് അങ്ങനെ അടിക്കാനുള്ളത്. കാരണം അവർ ഗ്രൗണ്ടിൻ്റെ ട്രജക്ടറി ഒക്കെ കുറച്ചും കൂടിയും അയർലൻഡ് പോലെ തന്നെയാണ്. പിച്ച് അത്ര നല്ല ഈസി ബാറ്റിംഗ് പിച്ചല്ല. ഗ്രൗണ്ട്സ് വളരെ വലിപ്പമുള്ളതാണ്. ഈ ടൂർണമെൻറ്റിൽ ഇപ്പോഴും ഉറ്റുനോക്കുന്നത് വൈഭവ് സൂര്യവംശി എന്ന യങ്സ്റ്ററിനെയാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ അത്ര മികച്ച തുടക്കം കിട്ടിയില്ലെങ്കിൽ പോലും ഇവിടെ ഫോം ആവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അവർക്കെതിരെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരു ബാറ്റ്സ്മാനെ പഠിച്ച് അതേ രീതിയിൽ ബോൾ എറിയാൻ എതിർ ടീം എപ്പോഴും റെഡി ആയിരിക്കുന്നുണ്ടാവും. അപ്പോൾ സിംബാബ്വെ എന്തായാലും ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് അവർ അത്ര മോശം ടീമല്ല. അപ്പോൾ അവരുടെ കയ്യിൽ അതിൻ്റെ ടാക്ടിക്സ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ ബോളിംഗ് ലൈനപ്പ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നൊരു സിറ്റുവേഷനാണ്. കാരണം പുതിയ ഒരു ലൈനപ്പാണ്. അപ്പോൾ എന്തായാലും നോക്കാം. കഴിഞ്ഞ വർഷം ലാസ്റ്റ് വന്നപ്പോൾ ഇന്ത്യക്ക് ഒരു T20 മത്സരം തോറ്റിരുന്നു സിംബാബ്വേയിൽ. അതിനുശേഷം നന്നായി തിരിച്ചു വന്നു. പക്ഷേ വീണ്ടും നോക്കാം. ഇപ്പോൾ സിറ്റുവേഷൻ ഇത്തിരി ബാഡാണ് ഇന്ത്യൻ. കാരണം കോൺഫിഡൻസ് ഇല്ല. എല്ലാ ആൾക്കാരും ബാറ്റ്സ്മാൻമാരും ബോളർമാരുടെയും നിലനിൽപ്പ്, കോച്ച് ക്യാപ്റ്റൻ അടക്കം നിലനിൽപ്പ് തുലാസിലാണ്. അപ്പോൾ ലെറ്റ്സ് സീ ഹൗ ദിസ് ടൂർണമെൻറ്റ് ഗോസ് ഫോർവേഡ്.